ഹലോ ഗൈസ്, ആനി എക്സ്പ്ലോഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് മങ്കി ഡി ഗാർപ്പ് വേഴ്സസ് അക്കൈനു. ഇവർ തമ്മിലൊരു ഫൈറ്റ് വരാണെങ്കിൽ ആരായിരിക്കും ജയിക്കാനായിട്ട് പോകുന്നതെന്നാണ് വൺ പീസ് ഫാൻസ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഫൈറ്റിൽ ഒന്നാണ് മങ്കി ഡി ഗാർപ്പ് വേഴ്സസ് അക്കൈനു തമ്മിലുള്ള ഫൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഷാജു കെപി എന്ന് പറയുന്ന ബ്രോ ആണ്. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെന്ന സുഹൃത്തുക്കളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഞാനും ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളോട് ചാനൽ ഷെയർ ചെയ്ത് ചുരുക്കാനും മറക്കരുത്. നമുക്ക് നേരെ വീഡിയോ അടക്കാം. ആദ്യം തന്നെ നമുക്ക് ഗാർപ്പിനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വൺ പീസിൽ ഒരു പവർ ഹൗസ് എന്ന് വേണമെങ്കിൽ ഈ ഒരു ക്യാരക്ടറിനെ നമുക്ക് വിളിക്കാം. കാരണം അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രായത്തിൽ പോലും വെറും ഹാക്കി ഉപയോഗിച്ച് ഒരു ഐലൻഡ് തന്നെ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, വൺ പീസിലെ എംബറർ ആയിട്ടുള്ള ബ്ലാക്ക് ബീഡ് എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ക്രൂവിനെ തന്നെ വിറപ്പിച്ചിട്ടുള്ളൊരു മുതലാണ് മങ്കി ഡി ഗാർപ്പ് എന്ന് പറയുന്നത്. അതുപോലെ ഗാലക്സി ഇമ്പാക്റ്റ്, ബ്ലൂ ഹോള്, ഫിസ്റ്റ് ഓഫ് ലവ്, മെറ്റിയോർ ഫിസ്റ്റ് എന്ന് പറയുന്ന ടെക്നിക്കൊക്കെ യൂസ് ചെയ്ത് ഗാർപ്പിന് അറ്റാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ഇൻക്രെഡിബിൾ സ്റ്റാമിന ആൻഡ് എക്സ്ട്രീം ഡ്യൂറബിലിറ്റിയും ഹൈ സ്പീഡ് ആൻഡ് റിഫ്ലക്സും നമ്മുടെ ഗാർപ്പിനുണ്ട്. ഗാർപ്പിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ബ്ലാക്ക് ബീഡ് പാരഡൈസിലെ ഒരു മെമ്പറിന് പോലും പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പോലും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അത്രമാത്രം സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് മങ്കി ഡി ഗാർപ്പ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ക്യാരക്ടറിന് യൂസ് ചെയ്യാൻ പറ്റിയ ഹാക്കി ഏതൊക്കെയാണ് നോക്കിക്കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് കോൺഗ്രസ് ഹാക്കി, അഡ്വാൻസ്ഡ് ആർമെന്റ് ഹാക്കി പ്ലസ് ഒബ്സർവേഷൻ ഹാക്കി നമ്മുടെ ഗാർപ്പിന് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അക്വേനുവിനെ നോക്കിക്കഴിഞ്ഞാൽ വൺ പീസിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഡെയിൽ ഫ്രൂട്ടിൽ ഒന്നായ മാഗു നോമി അഥവാ മാഗ്മ എന്ന് പറയുന്ന ഡെയിൽ ഫ്രൂട്ട് കൺസ്യൂം ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അക്കൈനു. വൺ പീസ് ഫാൻസിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ ഹെയ്റ്റ് ഉള്ളൊരു ക്യാരക്ടറും കൂടിയാണ് ഇദ്ദേഹം. അതുപോലെ തന്നെ ഇനി ഒരു ഡെയിൽ ഫ്രൂട്ടിൻ്റെ എബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ യൂസറിന് വളരെ വലിയ അളവിൽ മാഗ്മ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയും അതുപോലെ തന്നെ മാഗ്മ കൺട്രോൾ ചെയ്യാനും അവൻ്റെ ബോഡി അവൻ്റെ സ്വയം മാഗ്മയാക്കിയിട്ട് മാറ്റാനായിട്ട് സാധിക്കുന്ന ഒരു എബിലിറ്റിയാണ് ഈ ഒരു ഡെയിൽ ഫ്രൂട്ട് നൽകുന്നത്. അതുപോലെ തന്നെ മറൈൻ ഫോർഡ് വാറിൽ വൈറ്റ് ബീഡുമായിട്ട് വളരെ നന്നായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറും കൂടിയാണ് അക്കൈനു. ടൈം സ്കിപ്പിന് ശേഷം അഡ്മിറൽ ലെവലിൽ നിന്ന് ഫ്ലീറ്റ് അഡ്മിറൽ ആയിട്ട് മാറിയിട്ടുണ്ട്. അതായത് മറൈൻ ഫോർഡ് വാറിൽ കണ്ടിട്ടുള്ള അക്കൈനു ഇപ്പോൾ വളരെയധികം സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള മറൈനിൽ ഒരാളായി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ അക്കൈനുവിൻ്റെ ഈ ഒരു ഡെയിൽ ഫ്രൂട്ടിൻ്റെ എബിലിറ്റി വെച്ച് ഒരു ഐലൻഡ് തന്നെ ഒരു വോൾക്കാനിക് ഐലൻഡ് ആക്കി മാറ്റാനായിട്ട് സാധിക്കും, നമ്മൾ പങ്കാളിലൊക്കെ കണ്ടതുപോലെ. ഇനി അവൻ്റെ നെയിംഡ് അറ്റാക്സ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഗ്രേറ്റ് എറപ്ഷൻ, ഹെൽ ഹൗണ്ട്, വോൾക്കാനിക് മെറ്റിയർ, ഹൗണ്ട് ബ്ലേസ് എന്ന് പറയുന്ന ടെക്നിക്കൊക്കെ യൂസ് ചെയ്ത് ഈ ഒരു ക്യാരക്ടറിന് അറ്റാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ഇൻക്രെഡിബിൾ സ്റ്റാമിന, എക്സ്ട്രീം ഡ്യൂറബിലിറ്റി, ഹൈ സ്പീഡ് ആൻഡ് റിഫ്ലക്സും നമ്മുടെ അക്കൈനുവിനും ഉണ്ട്. വൈറ്റ് ബേർഡ് പൈരറ്റ്സിലെ വളരെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിന് പോലും അക്കൈനുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് ഡിഫീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതായത് നമ്മുടെ വിസ്റ്റ, മാർക്കോ എന്ന് പറയുന്ന ക്യാരക്ടേഴ്സൊക്കെ അക്കൈനുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് പോലും ആ ഒരു ക്യാരക്ടറിനെ ഡിഫീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. അതുപോലെ അഡ്വാൻസ് ആർമമെന്റ് ഹാക്കി പ്ലസ് അഡ്വാൻസ് ഒബ്സർവേഷൻ ഹാക്കിയും അക്കൈനു യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഈ ഒരു ഫൈറ്റിൽ ആര് വിൻ ചെയ്യുന്ന നോക്കിക്കഴിഞ്ഞാൽ ഇതെൻ്റെ ഒരു POV ആണ്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് താക്കണത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഗാർപ്പായിരിക്കും ഈ ഒരു ഫൈറ്റിൽ വിൻ ചെയ്യാനായിട്ട് പോകുന്നത്. കാരണം നമുക്കറിയാം അക്കൈനു കൂസാനെ ഡിഫീറ്റ് ചെയ്യാനായിട്ട് ഏകദേശം 10 ദിവസത്തോളം എടുക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മുടെ ഗാർപ്പ് ഫൈറ്റ് ചെയ്യുന്നത് കൂസാനുമായിട്ടും അതുപോലെ തന്നെ ബ്ലാക്ക് ബീഡിൻ്റെ ഹാഫ് ക്രൂ ആയിട്ടുമായിരുന്നു. അവർ അവരുടെ മാക്സിമം എടുത്തിട്ടായിരുന്നു ഈ ഒരു 78 വയസ്സുള്ള ഗാർപ്പിനെ അവർ ഡിഫീറ്റ് ചെയ്തത്. ആ ഒരു ഗാർപ്പിനെ അക്കൈനുവിന് 1v1 ഫൈറ്റിൽ ഡിഫീറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.